Good afternoon, ma'am. നിങ്ങൾക്ക് കേൾക്കാമോ? Can you hear me? Yes, ma'am. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, MCA 6 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്കത് ഡിഗ്രിക്ക് നമ്മൾ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ്. ഒരുപാട് പുതിയ കൺസെപ്റ്റുകളൊന്നുമില്ല, പക്ഷെ അതിനേക്കാൾ കുറേയും കൂടെ ഡിഗ്രിക്ക് എന്താണോ നമ്മൾ ചെയ്തത് അതിൻ്റെ കുറേയും കൂടെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് വരുന്നത്. കുറച്ചധികം പോയിന്റ്സും കൂടെ ഉണ്ട്, പക്ഷെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ സെയിം ആണ്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത് വാട്ട് ഈസ് മാർക്കറ്റിംഗ്, മീനിങ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, different concepts in marketing management philosophy such as production concept, product concept, selling, marketing, അങ്ങനെ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ്, സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു ഓവർവ്യൂ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ. പിന്നെ മാർക്കറ്റിംഗ് റിസർച്ച് വരുന്നുണ്ട്, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച്, അതെങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ദെൻ ബിസിനസ് എൻവിയോൺമെന്റ്, മാർക്കറ്റിങ്ങിന്റെ ഏരിയയിൽ നോക്കുമ്പം എൻവിയോൺമെന്റ് സ്റ്റഡീസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ. അതിൽ വാട്ട് ഈസ് മാർക്കറ്റിംഗ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വാട്ട് ഈസ് മാർക്കറ്റിംഗ് അഥവാ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സെയിൽസും മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താ വരുന്നത്. സെല്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെല്ലിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗിൽ ഐഡന്റിഫൈങ് ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദ കൺസ്യൂമർ, എന്താണ് കൺസ്യൂമറുടെ ആവശ്യങ്ങൾ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനുശേഷം പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആസ് പെർ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദ കൺസ്യൂമർ, കൺസ്യൂമറുടെ ആവശ്യത്തിന് എന്താണോ വേണ്ടത് ആ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രോസസ്സിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. That means marketing management involves the performance of business activities that direct the flow of goods and service from producer to consumer or end user. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനെയൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നു. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഓൺഗോയിങ് പ്രോസസ്സാണ്. കാരണം കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ, നീഡ്സ്, വാണ്ട്സ് ഇതൊക്കെ എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ ഡിമാൻഡുകൾ വരുന്നു. സോ അതിനനുസരിച്ച് ഒരു ബിസിനസ് ഫേം കൃത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണോ, കൺസ്യൂമേഴ്സിന് എന്തൊക്കെയാണോ വേണ്ടത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തുകയും ആ രീതിയിലുള്ള ഗുഡ്സും സർവീസസും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഏതൊരു പ്രൊഡക്റ്റും ഉണ്ടാക്കുന്നത് കൺസ്യൂമർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് എത്രത്തോളം കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെയും സക്സസ് എന്ന് പറയുന്നത്. സോ ഒരു കറക്റ്റ് മാർക്കറ്റിംഗ് എഫേർട്ട്, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഇതൊക്കെ ബിസിനസിന്റെ നിലനിൽപ്പിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അത് ഏതൊരു പ്രൊഡക്റ്റിന്റെയും ഏതൊരു കമ്പനിയുടെയും നിലനിൽപ്പിന് അത്യാവശ്യമാണ്. കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക,
അതിനനുസരിച്ച് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കൺസ്യൂമേഴ്സിന്റെ അടുത്ത് ആ പ്രൊഡക്റ്റ് എത്തുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇനി മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫിലോസഫീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, സെല്ലിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് സൊസൈറ്റൽ കൺസെപ്റ്റ്. ഡിഫറെന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാലഘട്ടങ്ങളിൽ കടന്നു വന്ന ആശയങ്ങളാണ്. നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രൊഡക്ഷൻ കൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? കൺസ്യൂമേഴ്സിന് കൂടുതൽ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആക്കുക, അറ്റ് ലോ കോസ്റ്റ്, to ensure the products are available at low cost. സോ മാനേജേഴ്സ് അങ്ങനെയൊരു ഐഡിയക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പീരീഡിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഓറിയന്റഡ് പീരീഡ് എന്ന് പറയുന്നത്. കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, കൺസ്യൂമേഴ്സിന് ആവശ്യമായ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, അതിലുപരി തുടർച്ചയായിട്ട് ഉൽപാദനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന കമ്പനികൾ, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ്, ആ ഒരു രീതിയെയാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാനേജേഴ്സ് ആ കാലഘട്ടത്തിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് വെച്ചാൽ, ഹയർ വോളിയം വിത്ത് ലോ കോസ്റ്റ് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉറപ്പുവരുത്തുകയും മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുകയും ചെയ്യുക. ആ ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് അത് മേടിക്കാൻ തയ്യാറാകും എന്നുള്ള, കമ്പനീസ് അതിൽ മാത്രം ഇൻട്രസ്റ്റഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിനുശേഷമാണ്, ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് വരുന്നത്. അതില് ഇവര് മാർക്കറ്റിംഗ് മാനേജേഴ്സ് അല്ലെങ്കിൽ കമ്പനീസ് ചിന്തിച്ചിരുന്നത്, കൺസ്യൂമേഴ്സ് ഫേവർ ചെയ്യുന്നത് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ഒക്കെയുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ കൂടുതൽ കൺസ്യൂമേഴ്സ് അത് മേടിക്കും എന്ന രീതിയിൽ കമ്പനികൾ ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു അവരുടെ ചിന്താഗതിയാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജേഴ്സ് ഫോക്കസ് ചെയ്തത് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിനേക്കാൾ കൂടുതലായിട്ട് പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്തു. സുപ്പീരിയർ പ്രൊഡക്റ്റ്, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്തു തുടങ്ങിയ ആ ഒരു പീരീഡിനെയാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്നുള്ള ആ ഒരു ഇതിൽ ഉദ്ദേശിക്കുന്നത്. പുതിയ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവന്നു. അതിനനുസരിച്ച് ഒരുപാട് കൺസ്യൂമേഴ്സിന് കുറേയും കൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത്, ഇങ്ങനെയൊരു പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നാൽ, പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ കൺസ്യൂമേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യും എന്ന് കരുതിക്കൊണ്ടിരുന്ന, അതായത് ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിരുന്നു. കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കുക, കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, കൺസ്യൂമേഴ്സ് അത് മേടിച്ചോളും എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം. അതിനുശേഷമാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് വരുന്നത്. അതായത് പ്രൊഡക്ഷൻ കൂടുതൽ മാസ് പ്രൊഡക്ട്സ് എന്നുള്ളതല്ല, പ്രൊഡക്റ്റ് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുക, കൂടുതൽ പേര് അത് മേടിക്കും എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെയാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ വന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, പുതിയ പ്രൊഡക്റ്റുകളോ പുതിയ ടെക്നോളജികളോ കൺസ്യൂമേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നതിന് മുമ്പ് തന്നെ ചില കമ്പനികൾ പ്രൊഡക്റ്റിൽ ഇന്നോവേഷൻസ് വരുത്തി. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റും വരുമ്പോൾ അത് കൺസ്യൂമേഴ്സ് റിസീവ് ചെയ്യാനുള്ള ഒരു പീരീഡ് ഉണ്ട്, അതിനെ ഐഡന്റിഫൈ ചെയ്യാനും. അതായത് മാർക്കറ്റിലേക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് വരുന്നു, ഉടനെ തന്നെ കൺസ്യൂമേഴ്സ് അത് മേടിക്കാൻ, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നില്ല. ഏതൊരു പുതിയ ടെക്നോളജി വരുമ്പോഴും പുതിയ പ്രൊഡക്റ്റ് വരുമ്പോഴും അത് കൺസ്യൂമേഴ്സിലേക്ക് എത്താനും അവരത് അക്സെപ്റ്റ് ചെയ്യാനും ഒരു മിനിമം പീരീഡ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പീരീഡ് കൺസിഡർ ചെയ്യാണ്ട് വന്ന പ്രൊഡക്റ്റുകളെല്ലാം ഈ കാലഘട്ടത്തിൽ സക്സസ് ആവാണ്ട് പോയി എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അതിനുശേഷം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കിനും പുതിയ പ്രൊഡക്റ്റുകൾ ഒരുപാട്, ഇപ്പോൾ വീഡിയോകോണൊക്കെ അങ്ങനെ ഒരുപാട് നല്ല ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ഒക്കെ കൊണ്ടുവന്നു. പക്ഷേ കൺസ്യൂമേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത് പിന്നീടാണ്, പുതിയ ടെക്നോളജീസ്. അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു പീരീഡ് ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് സെല്ലിംഗ് കൺസെപ്റ്റ് വന്നത്. അപ്പം സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ സെയിൽസ് എഫേർട്ട്, പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതല്ല, പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സഫീഷ്യൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളതുമല്ല, സെയിൽസ് എന്ന് പറയുന്ന സെല്ലിംഗ്, വിൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്ത, അതായത് കൺസ്യൂമേഴ്സിനെ
ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയിക്കുക, അവരെ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അവരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രേരിപ്പിക്കുക, ആ ഒരു പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ആശയത്തിന് പ്രാധാന്യം കൊടുത്തതിനെയാണ് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇപ്പം മേടിക്കാൻ ഇതിന്റെ ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് മേടിക്കാൻ വില്ലിങ് അല്ല, അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ കൊണ്ട് മേടിപ്പിക്കുക, കൂടുതൽ സെല്ലിംഗ് എഫേർട്ട് എടുത്തുകൊണ്ട് കൺസ്യൂമേഴ്സിനെ കൊണ്ട് മേടിപ്പിക്കുക. ആ ഒരു പീരീഡിനെയാണ്, ആ ഒരു കൺസെപ്റ്റിനെയാണ് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ചില പ്രൊഡക്റ്റിന്റെ ഒക്കെ കേസിൽ ഈ ഒരു സെല്ലിംഗ് കൺസെപ്റ്റ് നല്ലതാണ്, അല്ലെങ്കിൽ അത് എസെൻഷ്യൽ ആണ്. ഇപ്പം ലൈഫ് ഇൻഷുറൻസിന്റെ ഒക്കെ കേസിൽ ആരും തന്നെത്താൻ വില്ലിംഗ് ആയിട്ട് പോയി ഒരിക്കലും അങ്ങനെ എടുക്കാറില്ല. അറ്റ് ദ സെയിം ടൈം കൺസ്യൂമർ അവരെ കൊണ്ട് നിർബന്ധിച്ചാണ് ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നമ്മൾ എസെൻഷ്യൽ അല്ലാത്ത ഗുഡ്സിന്റെ കാര്യത്തിൽ കമ്പൽ ചെയ്തിട്ട് തന്നെയാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നത്. പക്ഷെ എല്ലാ കൺസ്യൂമേഴ്സിനെയും എല്ലാ പ്രൊഡക്ട്സിനെയും സംബന്ധിച്ച് ഈ ഒരു സെല്ലിംഗ് കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പീരീഡും ഉണ്ട്. സെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കൂടുതൽ കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാലഘട്ടം. പിന്നീട് അതിനുശേഷം വന്നതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിംഗിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കൺസ്യൂമേഴ്സിന് എന്താണ് വേണ്ടത്. വെറുതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റേറ്റീവ് ആണ് എന്നുള്ളതുകൊണ്ട് കൺസ്യൂമേഴ്സിനെ അത് മേടിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതല്ല. എന്തൊക്കെയാണോ കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ടു പ്രോപ്പർലി ഐഡന്റിഫൈ ദാറ്റ് നീഡ്, അതിനുശേഷം മാത്രം പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് അത് എത്തിക്കുക. ദെൻ വേറെ അതർ ആക്ടിവിറ്റീസ്, പ്രൈസിങ് ഓഫ് പ്രൊഡക്റ്റ്, ബ്രാൻഡിങ്, ലേബലിങ്, പാക്കേജിങ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. വെറുതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അതർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ടാണ്. കൺസ്യൂമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആൻഡ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ട് അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം ബ്രാൻഡിങ് നടത്തുന്നുണ്ട്, പ്രൈസിങ് പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട്, ബാക്കി അതർ റിലേറ്റഡ് ഫാക്ടേഴ്സ് എല്ലാം, പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതെല്ലാം ഇൻഷുർ ചെയ്തുകൊണ്ട് മുന്നോട്ട് ആ ഒരു കൺസെപ്റ്റിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല, കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്ത് തുടങ്ങി. കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇപ്പോൾ പ്രൊഡക്റ്റിന്റെ കേസിലാണെങ്കിലും സർവീസിന്റെ കേസസിലാണെങ്കിലും എന്താണ് കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ളത്, പുതിയ പുതിയ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ചാനലിലൂടെ കൺസ്യൂമേഴ്സിനെ ലിങ്ക് ചെയ്യാൻ പറ്റും, പുതിയ പ്രൊഡക്റ്റ് ഡിസൈൻ എന്തൊക്കെയാണ് വേണ്ടത്, മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ എല്ലാ ഏരിയാസിലും കമ്പനീസ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് വന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ്, ആ ഒരു ചിന്തയാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ കൺസ്യൂമേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു പീരീഡിൽ. പ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസിനും പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ടൻസിനും സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനും ഒക്കെ ഉപരിയായിട്ട് കസ്റ്റമേഴ്സിന്റെ വാല്യൂവിന്, അവരെ കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അവർക്ക് ഒരു സുപ്പീരിയർ പൊസിഷൻ കൊടുക്കുകയും ചെയ്ത ഒരു ഫിലോസഫിയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് സൊസൈറ്റിയുടെ നീഡ്സും കൂടെ, കാരണം കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. കമ്പനിക്ക് വേണ്ട, ബിസിനസ്സിന് വേണ്ടുന്ന റിസോഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിന്നാണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള സമൂഹം ഇല്ലെങ്കിൽ ബിസിനസ്സിന് നിലനിൽക്കാൻ പറ്റില്ല. പിന്നെ ഒരു ലോങ് പീരീഡിൽ ബിസിനസ്സിന് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയുടെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ സൊസൈറ്റിയുടെ വാല്യൂസിന്, സോഷ്യൽ മാർക്കറ്റിംഗ്, സൊസൈറ്റിയുടെ വാല്യൂസിന് ഇമ്പോർട്ടൻസ്, സൊസൈറ്റി എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിനെ മാത്രമല്ല സൊസൈറ്റിയെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു കാലഘട്ടം വന്നു. അതായത് ഒരു റെസ്പോൺസിബിൾ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്, അതിന് കമ്പനികൾ പ്രാധാന്യം കൊടുത്തു. കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടോ സൊസൈറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടോ ബിസിനസ്സിന് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ആശയം മനസ്സിലാക്കിക്കൊണ്ട് സൊസൈറ്റിക്ക്, ജനങ്ങൾക്ക് എന്തൊക്കെ വേണം, ഗവൺമെന്റിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഒരു സമൂഹത്തിന്റെ മൊത്തം താല്പര്യങ്ങളെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ കമ്പനികൾ നിലനിൽക്കുന്നത്. അങ്ങനെയൊരു കൺസെപ്റ്റ്, ഒരു സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള, കൺസ്യൂമേഴ്സിനോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്ന ഒരു ഒരു കൺസെപ്റ്റും കൂടെ നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കാലഘട്ടങ്ങളിൽ കമ്പനികൾ കരുതിയിരുന്ന അല്ലെങ്കിൽ അവർ മുറുകെ പിടിച്ചിരുന്ന കുറേ ആശയങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസും ആണ് ഇതിൽ പറയുന്നത്. പല സെല്ലിംഗ് കൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഇതിൽ വരുന്ന കൺസെപ്റ്റ് ആശയം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു വാക്കുകളാണ് സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. നമ്മൾ വിചാരിക്കുന്നത് അത് രണ്ടും ഒരേ ആശയമാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിന് രണ്ടിലും മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. സെല്ലിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? പ്രൊഡക്റ്റിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. എംഫസൈസ് ഈസ് ഓൺ ദ പ്രൊഡക്റ്റ്. സെല്ലിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊഡക്റ്റിനാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് മാർക്കറ്റിംഗ് എംഫസൈസ് ഈസ് ഓൺ കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. എന്താണ് കൺസ്യൂമറുടെ, ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും എന്താണ്, അതിനാണ് മാർക്കറ്റിംഗിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കമ്പനി മാനുഫാക്ചേഴ്സ് ദ പ്രൊഡക്റ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഡിസൈഡ് ടു സെൽ ഇറ്റ്. സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് മാക്സിമം വോളിയം, മാക്സിമം പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിനുശേഷം വിൽക്കാൻ തീരുമാനിക്കുന്നു. അതിനെയാണ് നമ്മൾ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? സെല്ലർക്കാണ്. സ്ട്രെസ് ദ നീഡ്സ് ഓഫ് സെല്ലർ. വിൽപ്പനക്കാരനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദെൻ ഷോർട്ട് ടേം പ്ലാനിങ് ആണ് അവിടെ വരുന്നത്. അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, പ്രൊഡക്റ്റ് വിൽക്കുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റിന് ഇപ്പോഴത്തെ പ്രൊഡക്റ്റും മാത്രമാണ് സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, പ്രൊഡക്റ്റ് വിൽക്കുന്നു. ഷോർട്ട് ടേം പ്ലാനിങ് ആണ്, വളരെ ഷോർട്ട് ടേം ഓറിയന്റഡ് ആയിട്ടുള്ള പ്ലാനിങ് ആണ്. ടുഡേയ്സ് ഫോക്കസിങ് ഓൺ ടുഡേയ്സ് പ്രൊഡക്ട്സ് ആൻഡ് മാർക്കറ്റിംഗ്. ഇപ്പോഴത്തെ മാർക്കറ്റും ഇപ്പോഴത്തെ പ്രൊഡക്റ്റും എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് എന്നുള്ള രീതിയിൽ മാത്രം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വിൽപ്പന നടത്തുന്നു. പിന്നെ എക്സിസ്റ്റിംഗ് ടെക്നോളജിക്കാണ് പ്രാധാന്യം. പുതിയ ടെക്നോളജി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചോ അതുകൊണ്ട് എന്തൊക്കെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുമെന്നോ, കമ്പനിക്ക് ഒരു ലോങ് ടേമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതോ, പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഇന്നോവേഷൻസ് വരുത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റും ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അവർ വർക്ക് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അത് വിൽപ്പന നടത്തുന്നു എന്നല്ലാതെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് അവിടെ നടക്കുന്നില്ല. പിന്നെ കോസ്റ്റ് ഡിറ്റർമൈൻ പ്രൈസ്. എത്ര രൂപ ചെലവായോ അതിനനുസരിച്ചിട്ടാണ് അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമർക്ക് ഏറ്റവും കുറവ് പ്രിഫറൻസേ ഉള്ളൂ. കസ്റ്റമർക്ക് ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ്, ഏറ്റവും കുറവാണ് കസ്റ്റമറുടെ റോൾ എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് കൺസെപ്റ്റിൽ. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ആർക്കാണ്? കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. കമ്പനി ഫസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് എന്ത് വേണം, അവർക്ക് എന്ത് കൊടുത്താൽ അവർ സാറ്റിസ്ഫൈ ആവും, അവരുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഓറിയന്റഡ്, സെയിൽസ് ഓറിയന്റഡ് അല്ല, പ്രോഫിറ്റ് ഓറിയന്റഡ്. കൺസ്യൂമേഴ്സിന് വേണ്ടുന്ന പ്രൊഡക്റ്റ് എന്താണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ ലോങ് ടേം പ്ലാനിങ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കറന്റ് മാർക്കറ്റിൽ എത്ര പ്രൊഡക്റ്റ് വിറ്റഴിക്കാം, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം, കസ്റ്റമേഴ്സ് എത്ര പേരുണ്ട്, അതല്ല. സെല്ലിംഗ് ഇവിടെ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് വരുമ്പം സെയിൽസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് മാക്സിമം കസ്റ്റമേഴ്സ്, ഇനി വരാൻ പോകുന്ന കസ്റ്റമേഴ്സ്, പുതിയ പ്രൊഡക്റ്റുകൾ, ഭാവിയിലുള്ള മാർക്കറ്റ് എങ്ങനെയായിരിക്കും, ഫ്യൂച്ചറിൽ എത്ര ഗ്രോത്ത് ഉണ്ടാകും, എത്ര കൂടുതൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും, എത്ര കോമ്പറ്റീഷൻ ഉണ്ടാവും, കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റിൽ എന്തൊക്കെ അവർ വ്യത്യാസങ്ങൾ വരുത്തും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ബയേഴ്സിന് കൺസ്യൂമേഴ്സിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ പ്രോസസ് ആണ് ആക്ച്വലി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നോവേഷൻ, ഇപ്പം കറന്റ് പ്രൊഡക്റ്റ്, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആൻഡ് എക്സിസ്റ്റിംഗ് ടെക്നോളജി എന്നുള്ളതല്ല, ഇന്നോവേഷൻ. എങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങളെ, ഇൻവെൻഷൻസിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റാം, ഇന്നോവേഷൻ ഏതൊക്കെ ഏരിയാസിൽ വരുത്താൻ പറ്റും, കസ്റ്റമേഴ്സിന് എങ്ങനെ ഒരു സുപ്പീരിയർ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതിനെയൊക്കെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരു ഇന്റഗ്രേറ്റഡ് മാനറിൽ വർക്ക് ചെയ്യുന്നു. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്
ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം ഫംഗ്ഷൻ അല്ല, അത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ഘട്ടം തൊട്ട് ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുകയും അതുപോലെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നവർ എല്ലായ്പ്പോഴും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ കൺസ്യൂമേഴ്സിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ വില്ലിങ് ആയിരിക്കുകയും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വൺസ് തുടർച്ചയായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കൺസ്യൂമർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റില് കൺസ്യൂമർ ആണ്. കൺസ്യൂമർക്ക് ഡിസൈഡ് ചെയ്യാൻ പ്രൈസ് എന്താന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, വേറെ പ്രൊഡക്റ്റിലേക്ക് മാറിപ്പോകും, വേറെ പ്രൊഡക്റ്റ് മേടിക്കാൻ തുടങ്ങും. അപ്പോൾ കൺസ്യൂമർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ബിസിനസ്സിൽ. അങ്ങനെ ഒരു കൺസെപ്റ്റിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതാണ് വരുന്നത്. ഇനി എങ്ങനെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേക്ക് എത്തി എന്നുള്ളത്, പല കൺസെപ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. പല കാലഘട്ടങ്ങളിലും ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം വരുന്ന ഓരോ കാലഘട്ടത്തിലും നമ്മൾ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ തുടങ്ങി. ആ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വരുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്ന സമയത്ത് കൂടുതൽ പ്രൊഡക്ഷൻ ആയിരുന്നു ഇമ്പോർട്ടൻസ്. പിന്നീട് അതിനുശേഷം പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, സെല്ലിംഗ് എന്ന് പറയുന്ന ആശയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, ദെൻ മാർക്കറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് വന്നു. അങ്ങനെ പല കാലഘട്ടങ്ങളും പല ചിന്താഗതികളും. അപ്പം ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അല്ലെ. ഏതൊരു സൊസൈറ്റിയിലും അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എക്സസ് വന്നത് അവർ കൈമാറുന്നു, ഒരു ബാർട്ടർ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, കമ്പനികൾ ഒരുപാട് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനെ ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അതിനുശേഷം പിന്നീട് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുകയും നമ്മുടെ ആവശ്യങ്ങൾ കൂടുകയും ചെയ്തു. ആ ഒരു സമയത്താണ് മോഡേൺ മാർക്കറ്റിംഗിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഗ്രോത്ത്, സ്റ്റാർട്ടിംഗ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ കൺസംഷൻ പാറ്റേൺ മാറി, നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അത് കുറച്ച് പേരുണ്ടാക്കി വിൽപ്പന നടത്തുമ്പോഴത്തേക്കിനും നമുക്ക് ആവശ്യത്തിന് അത് കിട്ടാൻ പറ്റാതെയായി. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ആ ഒരു പീരീഡിലൊക്കെ വന്നു, പ്രൊഡക്റ്റുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു, കൂടുതൽ ആ പ്രൊഡക്റ്റ് ആവശ്യമായിട്ട് വരുന്നു. അത് സെയിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഇടനിലക്കാര്, മിഡിൽമാൻ വേണ്ടി വരുന്നു, അത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യകത വേണ്ടി വരുന്നു. പിന്നെ പുതിയ പ്രൊഡക്റ്റുകളെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യകത, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ഒരു പ്രൊഡക്റ്റും പിന്നീട് എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്തത് അവിടെയെല്ലാം മുഴുവനായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യകത വന്നു. പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കൂടിയതോടുകൂടി ഫണ്ട്, ലാർജ് കമ്പനികൾക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുന്നു, ബാങ്കിങ്ങിന്റെ അത്യാവശ്യം വരുന്നു. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഏരിയാസും, സപ്പോർട്ടിംഗ് സർവീസ് എല്ലാം, നമ്മുടെ സഹായ സർവീസുകൾ, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖല, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ബിസിനസിന്റെ ഇമ്പോർട്ടൻസിലേക്ക് ആ ഒരു ഏരിയാസും കൂടെ വരുന്നു, ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ പിന്നീട് ബിസിനസ് വളരെയധികം ഈ പറയുന്ന സേവനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന, സെയിൽസ് എന്ന് പറയുന്ന ഒരു ആശയം മാറിയിട്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് ഒരു സൊസൈറ്റി കടന്നു പോവുകയാണ്. പിന്നീട് അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വരുന്നതല്ല. വളരെ സാവധാനം, കുറേ സമയം എടുത്ത് വളരെ പതുക്കെയാണ് ഈ പറയുന്ന ആശയത്തിലേക്ക് ഓരോ ബിസിനസ് യൂണിറ്റുകളും വരുന്നത്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ മൊത്തം നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1947 വരെയുള്ള ഒരു കാലഘട്ടം, പല കാലഘട്ടങ്ങളായിട്ട് നമുക്ക് ഇന്ത്യൻ പീരീഡിനെയും തിരിക്കാൻ പറ്റും. 1947 വരെയുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് ഡിമാൻഡുകളൊന്നും കസ്റ്റമേഴ്സ് ബേസിക് നീഡ്സ് വെച്ച് നമ്മുടെ ബ്രിട്ടീഷ് റൂളിന്റെ കീഴിലായിരുന്നു. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളില്ല, ജനങ്ങൾ ഒരുപാട് പേര് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒക്കെയാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രം ഇങ്ങനെ നിറവേറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടം. അതിനുശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗവൺമെന്റ് സെക്ടറിലാണ്, പബ്ലിക് സെക്ടറിലാണ് ഭൂരിഭാഗം ബിസിനസ്സുകളും ഉണ്ടായിരുന്നത്. 1947 ടു ഒരു 90s, ഏർലി 90s വരെയുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ഭൂരിഭാഗം
ബിസിനസ് യൂണിറ്റുകളും കൺട്രോൾ ചെയ്തിരുന്നത് പബ്ലിക് സെക്ടർ ആണ്, ഗവൺമെന്റ് ആണ്. അപ്പൊ അവിടെയും കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ മാറി വന്നിരുന്നെങ്കിൽ പോലും വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൺസ്യൂമർക്ക് കൊടുത്തിരുന്നില്ല. സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുക, ആ ബേസിക് പ്രൊഡക്റ്റുകൾ കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുക, അത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈവറ്റ് സെക്ടറിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൈവറ്റ് സെക്ടറിലെ കമ്പനികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകൾക്ക് ഗവൺമെന്റ് എപ്പോഴും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അവർക്ക് എത്ര പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും കോട്ട സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു കമ്പനി ഇന്ന യൂണിറ്റുള്ള അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി മാക്സിമം ഇത്രയേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീരീഡിലും പിന്നെ അതേപോലെ തന്നെ അപ്പോഴും പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് ജനങ്ങളുടെ വളരെ കുറവായിരുന്നു. പിന്നീട് അതിനുശേഷം ഒരു തേർഡ് ഫേസ് എന്ന് പറയുന്നത് 90s ശേഷമാണ്, അല്ലെങ്കിൽ 90s മുതലാണ്. അപ്പോൾ ആ ഒരു പീരീഡിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ് വേൾഡിൽ വന്നു. LPG പോളിസി കൊണ്ടുവന്നു, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ 3 ആശയങ്ങൾ, ഈ 3 പോളിസികൾ നമ്മൾ കൊണ്ടുവന്നു. കമ്പനികൾക്ക് കൂടുതൽ ഫ്രീഡം കിട്ടി, അവർക്ക് ആവശ്യത്തിന് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ കോട്ട സിസ്റ്റം ഒക്കെ മാറ്റി. ആക്ടുകളിൽ നിയമങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. കമ്പനികൾക്ക് പ്രൈവറ്റ് സെക്ടറിന് മത്സരിച്ച് നിൽക്കാനുള്ള ഒരു അവസരം പബ്ലിക് സെക്ടറിന് മാത്രമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ മാറ്റുകയും പ്രൈവറ്റ് സെക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വന്നു. ഒരുപാട് വിദേശ കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ കമ്പനികളുമായിട്ട് മത്സരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇന്ത്യൻ കമ്പനികൾക്ക് നിലനിൽക്കാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ വിദേശ കമ്പനികളുടെ പ്രൊഡക്റ്റുമായിട്ട് മത്സരിച്ച് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു. അതിന്റെ ഫലമായിട്ട് പ്രൊഡക്റ്റുകൾ കുറേയും കൂടെ ക്വാളിറ്റേറ്റീവായി, സർവീസുകളിൽ ഒത്തിരി ഡിഫറൻസ് വന്നു. പിന്നെ അതേപോലെ തന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പ് അവരുടെ എണ്ണത്തിൽ വന്ന വർധനവും, സേവിങ് പാറ്റേണിൽ ഇൻകത്തിൽ വന്ന വർധനവും, അതിനോടൊപ്പം തന്നെ അവർ എത്രത്തോളം സേവ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം പർച്ചേസ് ചെയ്യുന്നുണ്ട്, ആ ഒരു റേഷ്യോയിൽ വന്ന ഡിഫറൻസും ഒക്കെ ബിസിനസ്സുകളെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് സ്വാധീനിച്ചത്. അപ്പോൾ അറ്റ് പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്, ഇന്ന് കൺസ്യൂമേഴ്സ് കുറെ ഡിമാൻഡിങ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആണ്. അതേപോലെ തന്നെ അവർ സ്പെൻഡ് ചെയ്യുന്ന ഇൻകത്തിൽ വ്യത്യാസമുണ്ട്. ഒരുപാട് പൈസ അപ്പോൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ ആ ഒരു പല കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബിസിനസ്സിനെയും കമ്പനികളെയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പുതിയ പ്രൊഡക്റ്റുകൾ ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നേരത്തെ ആണെങ്കിൽ അർബൻ റൂറൽ ഡിഫറൻസ്, കൂടുതൽ പ്രൊഡക്റ്റുകൾ ഇപ്പം അർബൻ ഏരിയാസിലുള്ള ആൾക്കാർ ഇന്ന പ്രൊഡക്റ്റുകൾ ഡിമാൻഡ് ചെയ്യുമ്പം റൂറൽ ഏരിയാസിൽ വരുന്ന ആൾക്കാരുടെ ഡിമാൻഡ്സ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലായിടത്തും, അത് ഗ്രാമമാണെങ്കിലും നഗരമാണെങ്കിലും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഈ റൂറൽ അർബൻ വ്യത്യാസമില്ലാണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുണ്ട്. ഏറ്റവും ക്വാളിറ്റേറ്റീവ് പ്രൊഡക്റ്റ് അവർ ആവശ്യപ്പെടുന്നു. പിന്നെ അതേപോലെ തന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പ് അല്ലെങ്കിൽ അപ്പർ ഇൻകം ഗ്രൂപ്പ്, അതിൽ വരുന്ന ജനങ്ങളുടെ അവരുടെ സ്പെൻഡിങ് ഹാബിറ്റിൽ വരുന്ന ഡിഫറൻസ്, അവരുടെ ആവശ്യങ്ങളിൽ വരുന്ന വ്യത്യാസം, ഇതിനൊക്കെ അനുസരിച്ചിട്ട് കമ്പനീസ് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന, ഓരോ 10 വർഷം കഴിയുമ്പോഴും വരുന്ന ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്ന വ്യത്യാസങ്ങൾ ജനങ്ങളുടെ, ഇതിനൊക്കെ അനുസരിച്ചിട്ട് പ്രൊഡക്റ്റുകളിൽ പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ കമ്പനികൾ നിർബന്ധിതരായി തീരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കുമ്പോഴത്തേക്ക്, ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വെറുതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, വിൽക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരുപാട് ആസ്പെക്റ്റുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം. അപ്പം നമ്മൾ ഗ്ലോബ് എന്ന് പറയുന്നത് ട്രീറ്റഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ്. ഇന്ന രാജ്യം എന്നുള്ള ഡിഫറൻസ് ഒന്നും ഇല്ല. ലോകത്ത് എവിടെയും ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ ലോകത്ത് എവിടെയും ലഭ്യമാണ്. മൾട്ടിനാഷണൽ പ്ലെയേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് കൊണ്ട് വരുമ്പോൾ ഒരു ലോക്കൽ കമ്പനിക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഇൻഷുർ ചെയ്യണം. ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇൻഷുർ ചെയ്യാൻ പറ്റണം. പിന്നെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം,
നമ്മളിപ്പം നമ്മളുടെ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്നിട്ടല്ല ഇപ്പൊ നമ്മുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്ത് എവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും അതിനനുസരിച്ച് മാറുന്നുമുണ്ട്. അപ്പം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഇന്ന രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ന ആവശ്യം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇന്ന ആവശ്യം എന്നുള്ളതല്ല. അത് ലോകത്ത് എന്ത് മാറ്റം ഉണ്ടാവുന്നുണ്ടോ ആ മാറ്റങ്ങള് എവിടെയും ഉള്ള ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിന്റെ, ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫുഡ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഏതൊരു കാര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിന്റെ കേസിലും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഏതൊരു സർവീസിന്റെ കാര്യത്തിലും ഈ പറയുന്ന ലോകത്ത് എവിടെയും സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊരു കമ്പനി ആണെങ്കിലും ഈ പറയുന്ന മാറ്റങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സർവീസ് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത്, അതിൽ പ്രധാനമായിട്ടും വരുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് 4 steps. First one is analyzing the market opportunities. Second is selecting target market. Third one developing the marketing mix, and the fourth one is implementing and controlling. ഈ 4 കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്, ഒന്ന് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക. അനലൈസിങ് ദ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, എങ്ങനെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, മാർക്കറ്റിംഗ് അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട്, ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഏതൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. കൺസ്യൂമർ, അപ്പൊ അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് കൺസ്യൂമർ നീഡ്സ്. കൺസ്യൂമറുടെ ആവശ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ നീഡ്സ് എന്തൊക്കെയാണ്, എക്സിസ്റ്റിംഗ് നീഡ്സ് എന്തൊക്കെയാണ്, പുതിയ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്തൊക്കെയാണ്, അവർ ഏതൊക്കെ പ്രൊഡക്റ്റിന്റെ കേസിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള അനാലിസിസ്, അതിനെയാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടത്തുന്ന ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അപ്പൊ നമുക്ക് എന്തൊക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയുള്ളതാണ്, നമ്മുടെ പ്രൊഡക്റ്റിന് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, അതിന് എന്തൊക്കെ ചേഞ്ചസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാകാം, നിലവിലുള്ള ത്രെറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുക. കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠനം. അപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ കുറിച്ചുള്ള അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഷോർട്ട് അനാലിസിസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് അതർ തിങ്സ്. ഇപ്പം പ്രൊഡക്റ്റ് നന്നായാൽ മാത്രം പോരാ, അത് കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചാനൽ വേണം. പിന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് കണ്ടിന്യൂസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റണം. മാറ്റങ്ങൾക്കനുസരിച്ച് പ്രൊഡക്റ്റിനെ ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു റിസർച്ച് ടീം വേണം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഇതിൽ വരുന്നുണ്ട്. അനലൈസിങ് ദ എൻവയോൺമെന്റ്, പിന്നെ സെലക്ടിങ് ദ ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്, ഒരു പ്രൊഡക്റ്റ് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കുമായിട്ട് ഓഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല സ്ട്രാറ്റജി അല്ല. കമ്പനികൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്, ഒരു ഗ്രൂപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുമ്പോഴാണ് കുറേ കൂടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഓഫർ ചെയ്യാതെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിന് വേണ്ടി മാത്രം പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ്, അതും അല്ലെങ്കിൽ ഇപ്പം മെയിലിന് മാത്രം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രൊഡക്റ്റുകൾ, അങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ ഗ്രൂപ്പിന് മാത്രമുള്ള പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുക. അതിനെയാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ടാർഗറ്റ് മാർക്കറ്റിംഗ് ആദ്യം തന്നെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തുന്നു, അതായത് ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻടു ഡിഫറെന്റ് സ്ട്രാറ്റാസ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ, നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റ് മേടിക്കുന്ന പല ഏജ് ഗ്രൂപ്പുകാർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരൊക്കെ അതിൽ വരുന്ന, ഏതൊക്കെ ഇൻകം ഗ്രൂപ്പുകാർ, അങ്ങനെയും ഡിഫറൻസ് വരുത്താം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്നൊക്കെ രീതിയിൽ, ആ ഒരു രീതിയിലും മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്താം. എന്നിട്ട് ഇപ്പം മാർക്കറ്റിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റ് മേടിക്കാൻ സാധ്യതയുള്ള പല ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, അതിൽ ഏത് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് ഏജ് ഗ്രൂപ്പ് വൈസ് ആണോ, ഇൻകം വൈസ് ആണോ, ഏത് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യണം. അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. പ്രൈസിങ് നടത്തുമ്പോൾ അതിനനുസരിച്ച്, ഇപ്പോൾ ഹയർ ഇൻകം ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം കൂടുതൽ സെയിൽ നടക്കത്തില്ല, പക്ഷേ
ആ ഓരോ പ്രൊഡക്റ്റിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ലോ ഇൻകം ഗ്രൂപ്പിനാണ് ഒരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കൂടുതൽ പ്രൊഡക്റ്റ് വിറ്റഴിക്കും, പക്ഷെ ഓരോ പ്രൊഡക്റ്റിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിരിക്കും. ഇപ്പം നമ്മൾ ഡിറ്റർജൻറ്റ് മാർക്കറ്റൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഭയങ്കര വിലയുള്ള ഡിറ്റർജൻസ് ഉണ്ട്, ഏറ്റവും വില കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന കമ്പനികൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രമാണ്. അപ്പോൾ അവരുടെ ടാർഗറ്റ് മാർക്കറ്റിംഗ് ആണ് നടത്തുന്നത്. അതിനുശേഷം അവിടെ ആ ഒരു പ്രൊഡക്റ്റിനെ പൊസിഷൻ ചെയ്യുന്നു ഇന്ന ഇൻകം ഗ്രൂപ്പിന്, അല്ലെങ്കിൽ ഇന്ന ഏജ് ഗ്രൂപ്പിനുള്ള പ്രൊഡക്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിനുള്ളത്. ഇപ്പൊ നമ്മൾ ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിങ് കാണാൻ പറ്റും. ആ പ്രൊഡക്റ്റിനെ പൊസിഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്ലേസ് പ്രൊഡക്റ്റ് ടു എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെ മാത്രമായിട്ട് അത് പൊസിഷൻ ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം സെയിൽ ഉണ്ടാവുമെന്നും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നും കമ്പനിക്ക് ഒരു ഉറപ്പ് വേണം. അതായത് നമ്മൾ ഇന്ന ഗ്രൂപ്പിനാണ് പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നത്, അപ്പോൾ അവരത് മേടിക്കും, അവിടെ ആവശ്യത്തിന് സെയിൽ നടക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി മാർക്കറ്റിംഗ് മാനേജർ അവിടെ ഇൻഷുർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് 4 P's ആണ്. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. 4 കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മിക്സിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക. പ്രൊഡക്റ്റ് അപ്പം പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. കൺസ്യൂമർ ഗുഡ്സ്, അതിൽ തന്നെ കൺവീനിയൻസ് പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ഷോപ്പിംഗ് പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ഡ്യൂറബിൾ പ്രൊഡക്റ്റുകളുണ്ട്, നോൺ ഡ്യൂറബിൾ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും അത് ഓഫർ ചെയ്യുന്നവർ അല്ലെങ്കിൽ എത്ര ഡ്യൂറബിൾ ആയിട്ട് വരുന്നുണ്ട്, അതിൻ്റെ പ്രൈസ്, അതിൽ നിന്ന് കിട്ടാവുന്ന പ്രോഫിറ്റ്, ഇതൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രൊഡക്റ്റ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 4 P's അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന സർവീസ് ആണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സർവീസ് ഓഫർ ചെയ്യുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പ്രൈസ് ആണ്. മാർക്കറ്റിംഗ് മിക്സിലെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസ് ആണ്. ഇറ്റ് ഈസ് ദ മണി ദാറ്റ് ദ കൺസ്യൂമർ ഹാസ് ടു പേ. പ്രൈസ് എന്ന് പറയുന്നത് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കാരണം പ്രൈസ് ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൺസ്യൂമേഴ്സ് മേടിക്കത്തില്ല. പക്ഷേ ഒത്തിരി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പ്രൈസ് ഫിക്സേഷൻ നടത്തേണ്ടത്. അതായത് ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, പ്രോഫിറ്റ് മാർജിൻ കൺസിഡർ ചെയ്യണം, ഇവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വന്നു, മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ട് പ്രൊഡക്റ്റിന്, പിന്നെ ഓരോ മാർക്കറ്റ് സിറ്റുവേഷനും, മോണോപ്പൊളി മാർക്കറ്റ് ആണെങ്കിൽ കൂടുതൽ പ്രൈസ് ഫിക്സ് ചെയ്യാം. അതേപോലെ തന്നെ അങ്ങനെ ഗവൺമെന്റിന്റെ റെഗുലേഷൻസ് വരുന്നതും കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസും, ഇങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ P എന്ന് പറയുന്നത് പ്രൊമോഷൻ ആണ്. എന്താ പ്രൊമോഷൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രൊഡക്റ്റിനെ കുറിച്ച്, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കമ്പനി ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പല രീതിയിലുള്ള പ്രൊമോഷൻ ടെക്നിക്സ്, അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്യുന്നു, പേഴ്സണൽ സെല്ലിംഗ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പബ്ലിസിറ്റി ഉപയോഗിക്കുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് സെയിൽസ്മാൻമാരെ യൂസ് ചെയ്യുന്നു. ഇതിലൂടെയൊക്കെ കൺസ്യൂമേഴ്സിനെ ഇൻഫോം ചെയ്യുകയാണ് പ്രൊഡക്റ്റിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഇൻഫോം ചെയ്യുക മാത്രമല്ല, ആൻഡ് ഇൻഫ്ലുവൻസ് ദം ടു പർച്ചേസ് ദാറ്റ് പ്രൊഡക്റ്റ്. എങ്ങനെയും അവരെ കൊണ്ട് അത് മേടിപ്പിക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് കൂടി പ്രൊമോഷൻ ഉണ്ട്. മൂന്നാമത്തെ P, മാർക്കറ്റിംഗ് മിക്സിലെ മൂന്നാമത്തെ P പ്രൊമോഷൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊഡക്റ്റ്, പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. പിന്നെ അത് കൂടാതെ വരുന്ന നാലാമത്തെ P എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. മാർക്കറ്റിംഗ് മിക്സിലെ നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ഡിഫറെൻറ്റ് ചാനൽസ് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക, കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ചാനലൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ചാനൽ ആയിരിക്കാം, 0 ലെവൽ ചാനൽ, 1 ലെവൽ, 2 ലെവൽ, 3 ലെവൽ. നമ്മൾ എത്ര ഇന്റർമീഡിയറീസിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ആണ് നമ്മൾ കമ്പനിയുടെ സെയിൽ നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് 0 ലെവൽ ചാനൽ. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഒരു ഇന്റർമീഡിയറി ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അപ്പോൾ 1 ലെവൽ ചാനൽ എന്ന് നമ്മൾ പറയും. അപ്പോൾ എങ്ങനെ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കാം, അതാണ് എൻഷുർ ചെയ്യുക. പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റേറ്റീവ് പ്രൊഡക്റ്റ് ആണ്, പ്രൈസ് കുറവാണ്, ഇതൊക്കെ ആണെങ്കിൽ പോലും പ്രോപ്പർ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ കമ്പനികളിൽ കെട്ടിക്കിടക്കുകയും കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് ആ പ്രൊഡക്റ്റ് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. സോ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും ഒരു പ്രൊഡക്റ്റിനെ പോലെ, പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന പോലെ, അത് അഡ്വർടൈസ് ചെയ്യുന്ന പോലെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
കാരണം എൻഷുർ ചെയ്യാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തുന്നു എന്ന് എൻഷുർ ചെയ്യുകയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോൾസെയിലേഴ്സിൻ്റെ സേവനങ്ങൾ, റീറ്റെയിലേഴ്സിൻ്റെ സേവനങ്ങൾ, ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വെയർ ഹൗസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, പ്രൊഡക്റ്റ് ഏറ്റവും നന്നായിട്ട് കീപ്പ് ചെയ്യണം, അതിനുള്ള വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് വേണം. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എവിടെയൊക്കെ കൺസ്യൂമേഴ്സ് ഉണ്ടോ, എവിടെയൊക്കെ മാർക്കറ്റ് ഉണ്ടോ അവിടെയൊക്കെ ആ പ്രൊഡക്റ്റ് എത്തിക്കുക. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന 4 P. മാർക്കറ്റിംഗിലെ 4 P ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. 4 P. ഈ മാർക്കറ്റിംഗ് മിക്സ്, ഇതിനെ നമ്മൾ പറയുന്ന 4 P's ഇൻ മാർക്കറ്റിംഗ്, അതിനെ പറയുന്ന വേറൊരു പേരാണ് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതും ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, ഈ മാർക്കറ്റിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? മാർക്കറ്റിംഗ് പ്രോസസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം എന്താണ്? അനലൈസിങ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നു, ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കുന്നു, കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങളെ കുറിച്ച് പഠിക്കുന്നു. രണ്ടാമത് നമ്മൾ ആർക്കാണ് പ്രൊഡക്റ്റ് ഓഫർ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു. സെലക്ടിങ് ടാർഗറ്റ് മാർക്കറ്റ്, ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എൻഷുർ ചെയ്യുക. ഏത് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് ഓഫർ ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് എന്താണ്? മാർക്കറ്റിംഗ് മിക്സ്. മൂന്നാമത്തെ കാര്യമാണ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക. എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം, പ്രൈസിങ് എങ്ങനെയായിരിക്കണം, എങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യണം, അത് എങ്ങനെ കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കണം, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതിനുശേഷം പിന്നീട് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എൻറ്റയർ പ്രോസസ്സിനെ ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോളിങ്. നാലാമത്തെ സ്റ്റേജിൽ വരുന്നത്, മാർക്കറ്റിംഗ് പ്ലാനിൽ വരുന്ന നാലാമത്തെ കാര്യമാണ് ഒരു കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമല്ല, മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്ന പേപ്പർ വർക്ക് മാത്രമല്ല, പേപ്പറിൽ നമ്മൾ എഴുതി വെച്ച് മാർക്കറ്റിംഗ് മാനേജർ ചെയ്തു വെച്ചിട്ട് കാര്യമില്ല, അതിന്റെ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ, ആ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നാൽ, അല്ലെ, നമ്മൾ മറ്റേ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ പഠിച്ചതാണ്, ഒരു കമ്പനി ഒരു സ്ട്രാറ്റജി കൊണ്ടുവരുമ്പോൾ അത് പേപ്പറിൽ മാത്രം ഇരിക്കാനുള്ളതല്ല, കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജർ എക്സിക്യൂട്ട് ചെയ്യണം. ഈ നമ്മൾ എന്താണോ കണ്ടുപിടിച്ചിട്ടുള്ള സ്ട്രാറ്റജി അത് ഓപ്പറേഷണൽ പ്ലാൻസ് ആക്കി മാറ്റിയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അതുവഴി കമ്പനിയുടെ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് കൺസ്യൂമേഴ്സിന്റെ അടുത്ത് എത്തുന്നുണ്ടെന്നും കൺസ്യൂമേഴ്സ് അത് മേടിക്കുന്നുണ്ടെന്നും ഇൻഷുർ ചെയ്യുക, പ്രോഫിറ്റബിലിറ്റി ഇൻഷുർ ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാർക്കറ്റിംഗ് മാനേജർ ചെയ്യേണ്ടത്. മാർക്കറ്റിംഗിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുമാണ്. ഇനി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 3 പീരീഡ്. ആദ്യത്തെ ഫസ്റ്റ് പീരീഡ് എങ്ങനെയായിരുന്നു? നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലായിരുന്ന ഒരു കാലഘട്ടമാണ്. ജനങ്ങൾ വളരെ ദാരിദ്ര്യത്തിലായിരുന്ന ഒരു കാലഘട്ടം. പർച്ചേസിങ് പവർ ഉണ്ടായിരുന്നില്ല കൺസ്യൂമേഴ്സിന്. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം എന്തൊക്കെയാണോ അത് മാത്രമായിട്ട് ജീവിച്ചിരുന്ന ഒരു പീരീഡാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ ആ ഒരു കാലഘട്ടം 1947 മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ അധികം ആവശ്യക്കാരില്ല, സാധനങ്ങൾ മേടിക്കാൻ ആളില്ല, ഇൻകം ഉള്ളവർ വളരെ കുറവാണ്. കൃഷിയെയാണ് നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്, അഗ്രികൾച്ചറിസ്റ്റുകളായിരുന്നു. സാലറീഡ് ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ജോലി ഉണ്ടായിരുന്ന വളരെ കുറച്ച് പേര് മാത്രമാണ്. അപ്പോൾ നീഡ്സ് ആൻഡ് വൺസ് ഭയങ്കര കുറവായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഫേസ് 1947 ശേഷമുള്ള സ്വാതന്ത്ര്യാനന്തരമുള്ള കാലഘട്ടമാണ്. ഈ സെക്കൻഡ് ഫേസിൽ വന്നപ്പോഴത്തേക്കിനും ഗവൺമെന്റ് ആണ് ബിസിനസ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്തിരുന്നത്. ഒരു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾ ആണ് അവിടെ നിലനിന്നിരുന്നത്. അതായത് ജനങ്ങൾക്ക് ഏറ്റവും മിനിമം ആവശ്യമുള്ള വസ്തുക്കൾ എന്താണോ അത് ഇൻഷുർ ചെയ്യുക, കമ്പനികൾ ലാഭം ഉണ്ടാക്കണ്ട, പ്രൈവറ്റ് കമ്പനികൾ ലാഭം ഉണ്ടാക്കണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലും ജനങ്ങളുടെ ഇൻകം കുറവാണ്, വളരെ കുറച്ച് പേരെ സാലറീഡ് ആയിട്ടുള്ളൂ. പക്ഷെ ഒരു ചേഞ്ച് വന്ന് തുടങ്ങി ആ ഒരു പീരീഡിൽ. കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങളിലൊക്കെ ഒരു ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും പർച്ചേസിങ് പവർ കുറവാണ്, ഡിമാൻഡും കുറവാണ്. അപ്പൊ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഗവൺമെന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നോ, എന്താണോ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് കൺസ്യൂമേഴ്സ് മേടിക്കുന്നു. പർച്ചേസിങ്ങിന് വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു കാലഘട്ടം. അതിന് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പോലും പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഇനി അതിനുശേഷമാണ് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ കാലഘട്ടം LPG പോളിസി, അല്ലെ, 1991 വന്ന ആ ഒരു കാലഘട്ടം.
ജനങ്ങൾ കൂടുതൽ ഡിമാൻഡിങ് ആയി, പ്രൈവറ്റൈസേഷൻ വന്നു, ലിബറലൈസേഷൻ വന്നു, ഗ്ലോബലൈസേഷൻ വന്നു. ലോകത്ത് എവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങി. കമ്പനികൾക്ക് കൂടുതൽ ഓപ്പറേഷണൽ ഫ്രീഡം കിട്ടി. അവർക്ക് ക്വാട്ട സിസ്റ്റം ഒക്കെ എടുത്ത് മാറ്റി മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, പ്രൈവറ്റ് ഓർഗനൈസേഷന് ഗവൺമെന്റിനോടൊപ്പം തന്നെ മത്സരിച്ച് നിൽക്കാനും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, പിന്നെ അതേപോലെ തന്നെ ഗ്രാമീണ മേഖലയും നഗരമേഖലയെ പോലെ തന്നെ ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഡിമാൻഡിങ് ആയിട്ട് മാറി. മിഡിൽ ഇൻകം ഗ്രൂപ്പിന്റെ ഒക്കെ എണ്ണത്തിലുണ്ടായ വർധനവ്, പിന്നെ സർവീസ് സെക്ടറിന്റെ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ആയതോടുകൂടി ജനങ്ങൾ കൂടുതൽ ഡിമാൻഡിങ് ആയി തുടങ്ങി 90s ശേഷം. അതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അറ്റ് പ്രസന്റ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഏതൊരു പ്രൊഡക്റ്റ്, ഏറ്റവും ചെറിയ ഒരു പ്രൊഡക്റ്റ് തൊട്ട് മൾട്ടിനാഷണൽ കമ്പനീസ് വരെ ഇപ്പോൾ നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനും കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ മെർജ് ചെയ്യുന്നു, പുതിയ പുതിയ അക്വിസിഷൻസ്, പുതിയ കമ്പനികൾ വരുന്നു, ഒരു കമ്പനി വേറൊന്നിനെ ഏറ്റെടുക്കുന്നു, പുതിയ സർവീസ് സെക്ടറിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു. നമ്മൾ ഏതൊരു സെക്ടർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും, ഒരു ഹോസ്പിറ്റൽ മേഖലയാണെങ്കിലും എഡ്യൂക്കേഷന്റെ ഏരിയ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മൾട്ടിനാഷണൽ കമ്പനികൾ തന്നെ ഏറ്റവും നല്ല രീതിയിൽ കൺസ്യൂമേഴ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള ആ ഒരു അങ്ങനെ ചെയ്താലേ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു വ്യൂ അവർക്ക് മനസ്സിലായ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വിദേശ കമ്പനികൾ മുതൽ മുടക്കുന്നു. ഇപ്പൊ ഇന്ത്യയിലൊക്കെയാണ് ഇന്ത്യൻ കമ്പനികളിലേക്ക് വിദേശ കമ്പനികൾ മുതൽ മുടക്കുന്നു, ജനങ്ങളുടെ താല്പര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് അറ്റ് പ്രസന്റ് കമ്പനികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നേരത്തെ പീരീഡിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാം. ആ ഒരു സ്പെൻഡിങ് ഹാബിറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ഇൻകം ലെവലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ അതേപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ എണ്ണം, ഒരു ഫാമിലിയിലാണെങ്കിൽ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നു, കൂടുതൽ വരുമാനം ഉണ്ട്, അതിനനുസരിച്ച് അവർ കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് മാറുന്നു. കൂടുതൽ പുതിയ പുതിയ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകളെല്ലാം ഏറ്റവും കൂടുതൽ ലൈഫ് കുറെ കൂടെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അക്യൂർ ചെയ്യുന്നു. അപ്പോൾ കമ്പനികളും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മളിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ടൂറിസം മേഖലയിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ കൂടുതൽ സേവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്യാവശ്യം നമ്മൾ ലെഷർ ടൈം ആക്ടിവിറ്റീസ്, പല സ്ഥലങ്ങളിൽ യാത്ര പോവുകയും അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറെ കൂടെ നന്നാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽ ഫെസിലിറ്റീസ്, നല്ല ഹോസ്പിറ്റൽസ്, ക്വാളിറ്റി ഹെൽത്ത് സർവീസ് വേണം, കമ്പ്യൂട്ടർ റിലേറ്റഡ് സർവീസ് വേണം. അതായത് നമ്മുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മളൊരു 20 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പുള്ള ഒരു ലൈഫ് ഇപ്പോഴത്തെയും കൂടി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല മേഖലകളിലും നമ്മളുടെ ഡിമാൻഡ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് കാണാം. ഒരു 15 വർഷം മുമ്പ് നമ്മൾ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിലല്ല പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊരു ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒക്കെ വന്നിരിക്കുന്ന ആ ഒരു വ്യത്യാസം. അപ്പോൾ കമ്പനികളും അതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക്, മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കമ്പനികളും മാറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു മാറ്റം ഇപ്പൊ ഇന്ന രാജ്യത്തെന്നല്ല എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലും കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങളിലും അതനുസരിച്ച് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു കമ്പനിക്കും ഇന്ന് നിൽക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് അവര് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റൂറൽ ഏരിയ, അർബൻ ഏരിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഏതൊരു ഏരിയ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ കൂടുതൽ അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, ഇപ്പോൾ ഏറ്റവും ഉൾനാടുകളിലുള്ള ആൾക്കാർക്ക് വരെ പ്രൊഡക്റ്റിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ട്. അവരും അതനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ കമ്പനികളും അതിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിലൊക്കെ ഉണ്ടായ വ്യത്യാസങ്ങളും ഉണ്ട്. കമ്പനികളും പ്രൊഡക്റ്റുകൾ അവരുടെ അടുത്തേക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളെ ഏറ്റവും ഉള്ളേരിയയിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് വരെ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പിന്നീട് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ആസ് എ സബ്ജക്ട് ഓഫ് സ്റ്റഡി. ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ മാർക്കറ്റിംഗിനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. മാർക്കറ്റിംഗ് നമ്മളൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാർക്കറ്റിംഗിന് ഇത്രയധികം ഒരു ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്?
ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരത്തിനെയും അവിടെയുള്ള ടോട്ടൽ ഇൻകം, GDP ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ കൂടുതൽ കമ്പനികൾ കൂടുതൽ നല്ല രീതിയിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരും. അപ്പോൾ നമ്മളുടെ കയ്യിൽ സേവ് ചെയ്യാൻ, നമ്മൾ കൂടുതൽ സേവ് ചെയ്യുന്നു, ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്കിന് ജനങ്ങളുടെ കയ്യിൽ വരുമാനം ഉണ്ടായിരിക്കും, പക്ഷേ ഒരിക്കലും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പം ഇൻകം കൂടുതൽ കിട്ടുന്നുണ്ട്, കൂടുതൽ വർക്കിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഒരു രാജ്യത്ത് കൂടുതലാണ്, പിന്നെ ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻകം ലെവൽ കൂടുതലാണ്, പർച്ചേസിങ് പവർ കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് കൂടുതൽ കൺസ്യൂമേഴ്സിന്റെ എണ്ണം കൂടുന്നു, അവരുടെ ഡിമാൻഡ് കൂടുന്നു, അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂടുന്നു. അതിനനുസരിച്ച് കൂടുതൽ ഇന്നോവേഷൻസ്, കമ്പനികൾ കൂടുതൽ നല്ല പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യാൻ തയ്യാറാവുന്നു, ഇന്നോവേഷൻസ് വരുന്നു. അപ്പോൾ രാജ്യത്തിന്റെ ഒരു ഇക്കണോമിക് സിസ്റ്റം നന്നായിട്ട് ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കമ്പനികൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഗവൺമെന്റിലേക്ക് കൂടുതൽ ടാക്സ് വരുന്നു, ഇൻകം കൂടുന്നു. അത് മാത്രമല്ല ജനങ്ങൾ ആ രാജ്യത്തിന്റെ ജീവിത നിലവാരത്തിൽ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ കാലഘട്ടങ്ങളിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠനം അത് കമ്പനികൾക്ക് മാത്രമല്ല, ഇൻഡസ്ട്രിക്ക് മാത്രമല്ല, ഗവൺമെന്റിന് ആവശ്യമാണ്. പിന്നെ അക്കാഡമിക് ലെവലിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം മാർക്കറ്റിങ്ങിൽ വരുന്ന ഓരോ വ്യത്യാസങ്ങളും കൊണ്ട് കമ്പനികൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര പ്രോഫിറ്റ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസിൽ ഓരോ പ്രാവശ്യം ഉണ്ടാവുന്ന അതിന്റെ മാനുഫാക്ചറിംഗിൽ വരുന്ന വ്യത്യാസം എന്താണ്, അഡീഷണൽ എംപ്ലോയ്മെന്റ് ഈ കമ്പനികൾ എത്ര ക്രിയേറ്റ് ചെയ്യാൻ ഈ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്, മാനുഫാക്ചറിംഗിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, കമ്പനികൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസിൽ വരുന്ന വ്യത്യാസം കമ്പനികളുടെ ഡെവലപ്മെന്റിനെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല ഏരിയാസും എല്ലാവർക്കും അക്കാഡമീഷ്യൻസിനാണെങ്കിലും ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിനാണെങ്കിലും ഗവൺമെന്റിനാണെങ്കിലും ഒക്കെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിൽ എന്ത് വ്യത്യാസം വരുന്നു എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും, ഗവൺമെന്റിന് ഉൾപ്പെടെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിട്ട് മാർക്കറ്റിംഗിന് മാറിയിട്ടുള്ളത്. നമ്മൾ ബാക്കി ബിസിനസ് മാനേജ്മെന്റിനൊക്കെ എല്ലാത്തിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന് ഇന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എൻവയോൺമെന്റൽ സ്കാനിങ് നടത്തുമ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാൻ, മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ മാർക്കറ്റിംഗ് പ്രോഗ്രാം കൊണ്ടുവരാൻ, കൺസ്യൂമേഴ്സിന്റെ ചോയ്സ് എന്തൊക്കെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ഏരിയാസും അനലൈസ് ചെയ്യുമ്പോൾ കമ്പനികൾക്കും അത് അഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്നുണ്ട്, ഗവൺമെന്റിന് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള പഠന മേഖലയായിട്ട് ഇന്ന് മാറിയിട്ടുള്ളത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പഠന മേഖലയായിട്ട് മാറിയിട്ടുള്ളതിന്റെ കാരണങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് പ്രോസസ് ഓഫ് ഡിസ്കവറിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് കൺസ്യൂമർ നീഡ്സ്. എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിന്റെ ആവശ്യങ്ങളെന്ന് ഡിസ്കവർ ചെയ്യുക, ദെൻ അത് എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റിംഗ് ഡിമാൻഡ് ഫോർ ദിസ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, പ്രൊഡക്റ്റും സർവീസും ഉണ്ടാക്കുക മാത്രമല്ല ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സെർവിങ് ദ കൺസ്യൂമർ ആൻഡ് his demand through a network of marketing channels and expanding the market base in the face of competition. കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വൺസ് ഐഡന്റിഫൈ ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ചാനൽസ് ക്രിയേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുന്നു. ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് 4P ആണ്, 4 P's ഇൻ മാർക്കറ്റിംഗ്. അതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ്, പ്രൈസ് ആൻഡ് പ്രൊമോഷൻ. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്താണ്, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ്, സെയിൽസ്, മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മാർക്കറ്റിംഗ്, പല കാലഘട്ടങ്ങൾ. പിന്നെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്, പല കാലഘട്ടങ്ങളിലും ഇന്ത്യയിലും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആശയം ഡെവലപ്പ് ചെയ്ത് എങ്ങനെയൊക്കെയാണ്. 3 പീരീഡ്, 1947 വരെയുള്ള പീരീഡ്, 47 to 90s, early 90s to പ്രസന്റ് പീരീഡ്. മാർക്കറ്റിംഗിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്, മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, പിന്നെ മാർക്കറ്റിംഗിൽ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ആസ് എ സബ്ജക്ട് ഓഫ് സ്റ്റഡി. പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ഫേസസ് ഏതൊക്കെയാണ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, 4 ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രോസസ്സ്, അതിൽ വരുന്ന 4 സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നത്.
അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് മാർക്കറ്റിംഗ്? ആദ്യം നമ്മൾ നോക്കാനുള്ളത് എന്താണ് മാർക്കറ്റിംഗ്, പിന്നെ സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, മാർക്കറ്റിംഗ് സെല്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? അത് മിക്കവാറും ഇപ്പം നമ്മൾ അസൈൻമെന്റ് ഒക്കെ ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് നമുക്കറിയാം, അത് എപ്പോഴും വരുന്ന എക്സാമിന് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് എഴുതുക എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് എന്ത് തന്നെയായാലും പഠിക്കാനുള്ളതാണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫി ഇപ്പോഴും ചോദിക്കുന്നതല്ല, വല്ലപ്പോഴും. അപ്പോൾ ആ 4 കൺസെപ്റ്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫിയിൽ പ്രൊഡക്ഷൻ, പ്രൊഡക്റ്റ്, സെല്ലിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ കൺസെപ്റ്റ് അത് 5 എണ്ണം വരുന്നുണ്ട്. അതൊന്ന് നോക്കിയേക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല, ചില വർഷങ്ങളിൽ മാത്രം, പക്ഷേ അസൈൻമെന്റിൽ എപ്പോഴും ചോദിക്കുന്നതാണത്. പിന്നെ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൽ മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്പോഴും നമുക്ക് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. പിന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വായിച്ചു പോകാവുന്ന കാര്യമേ ഉള്ളൂ. ആ ഒരു പ്രോസസ്സ്. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? മാർക്കറ്റിംഗ് പ്രോസസ്സിൽ വരുന്ന 4 സ്റ്റെപ്സ്. എക്സ്പ്ലെയിൻ മാർക്കറ്റിംഗ് പ്രോസസ്. മാർക്കറ്റിംഗ് പ്രോസസ് എന്ന് പറയുന്ന 4 സ്റ്റെപ്സ് ആണ്, ഓർക്കുക. അനലൈസിംഗ് ദ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്, selecting the target market, developing the market mix and implementing and controlling. 4 സ്റ്റെപ്പ് ആണ് മാർക്കറ്റിംഗ് പ്രോസസ്സിൽ വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 സ്റ്റെപ്സ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം ഓറിയന്റഡ് പർപ്പസിൽ നോക്കുമ്പോൾ. പിന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വന്നത് നമ്മൾ പറഞ്ഞു. ഡിഫറെന്റ് ഫേസസ് ബ്രിട്ടീഷ് റൂളിലുണ്ടായിരുന്നത് 1947 ആ ഒരു പീരീഡ്. അത് ചിലപ്പോഴൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്കത് എഴുതി പോകാവുന്നേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ അല്ല അത്. പിന്നെ മാർക്കറ്റിംഗ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് മാർക്കറ്റിങ്ങിനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, അത്രയും കാര്യങ്ങളാണ് ഈ 1ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. മെയിൻലി 2 ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അത്രയും കാര്യങ്ങളാണ് 1ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് 2ാമത്തെ ചാപ്റ്റർ മാർക്കറ്റിംഗിന്റെ. അപ്പൊ ബേസിക് കൺസെപ്റ്റ് ആണ് 1ാമത്തേൽ വരുന്നത്. രണ്ടാമത്തെ ഒരു ചെറിയ ചാപ്റ്റർ ആണ്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ആണ്. ഈ എൻവയോൺമെന്റൽ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എൻവയോൺമെന്റ് അനാലിസിസ് പഠിച്ചിട്ടുണ്ട്. എന്താണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? സറൗണ്ടിങ്സ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസിന്റെ സറൗണ്ടിങ്സിനെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളത് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള കൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബിസിനസ് എൻവയോൺമെന്റ്? അപ്പൊ അവിടെ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അവിടെ വരുമ്പോൾ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പെസ്റ്റ് അനാലിസിസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രൊഡക്റ്റിന്റെ സെയിലിനെ സംബന്ധിക്കുന്ന, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത് സെയിൽ നടത്തുമ്പോഴത്തേക്കൊക്കെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സിനെ എങ്ങനെ കൺസിഡർ ചെയ്യണം, ഗവൺമെന്റിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ലോ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള നിയമങ്ങൾ എങ്ങനെ ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, വരുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കപ്പോൾ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. വാട്ട് ഈസ് എൻവയോൺമെന്റ്? എന്താണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? സറൗണ്ടിങ്സ് ഓഫ് ബിസിനസ്, ദാറ്റ് ഈസ് എൻവയോൺമെന്റ്. അതിനെ നമ്മൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്, മൈക്രോ എൻവയോൺമെന്റ് എന്നും മാക്രോ എന്നും. മൈക്രോ എൻവയോൺമെന്റ്, മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2, ദാറ്റ് ഈസ് മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് മാക്രോ എൻവയോൺമെന്റ്.
മൈക്രോയിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് വരുന്നു എന്നുള്ളത് നോക്കണം. മാക്രോയിൽ എന്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡെഫിനേഷൻ ഒക്കെ തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. ഇനി ഇതില് the factors or forces influencing market decision making are collectively called the marketing environment. What is marketing environment എന്നുള്ളതിന്റെ ഡെഫിനേഷൻ ആണ് the forces or factors, forces or factors, എന്തൊക്കെ ശക്തികളാണോ എന്തൊക്കെ ഘടകങ്ങളാണോ മാർക്കറ്റിംഗ് ഡിസിഷനെ സ്വാധീനിക്കുന്നത്. ഒരു മാർക്കറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കിനും അവിടെ സ്വാധീനിക്കുന്ന ശക്തികളോ ഘടകങ്ങളോ എന്തെല്ലാമാണ്. ഫാക്ടേഴ്സ് ഓർ ഫോഴ്സസ് influencing market decision making are collectively called marketing environment. ഇതില് നമ്മൾ പറഞ്ഞു ബിസിനസിന്റെ സക്സസിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാർ ടയർ മാനുഫാക്ചറിങ് ഫേമാണ് ഒരു ബിസിനസ്. അവർ ടയർ മാനുഫാക്ചറിങ് ആണ് ചെയ്യുന്നത്, കാറിന്റെ ടയറാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ബയേഴ്സ്, അവരുടെ ബയേഴ്സ് ആരൊക്കെയാണ്, ഇനി ഇവരുപയോഗിക്കുന്ന ടെക്നോളജി, ടാക്സ് സ്ട്രക്ചർ, രാജ്യത്തുള്ള ടാക്സ് സ്ട്രക്ചർ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൂടുതൽ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, പിന്നെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് റെഗുലേഷൻസ് എങ്ങനെയൊക്കെയാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണ്, ഡീലേഴ്സ് എങ്ങനെയാണ്, കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ ഇപ്പൊ ടൂറിസം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അറ്റ് പ്രസന്റ് നമുക്കറിയാം ഇപ്പൊ ടൂറിസം മേഖല, ഇപ്പൊ കാശ്മീരിലേക്കൊക്കെ ഒത്തിരി പേര് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ വെക്കേഷനും അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടിക്കൂടി വരികയാണ്. വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ടൂറിസം മേഖല അവിടെ വികസിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഒരു സിറ്റുവേഷൻ. ഇപ്പൊ അറ്റ് പ്രസന്റ് ഇതൊക്കെ പല ബിസിനസ്സുകളെയും, അത് ഇപ്പൊ ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെ, അവരെയൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു മേഖലയെ മാത്രമല്ല. ഇപ്പൊ യുദ്ധം നടക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ യുദ്ധം വരുമെന്നുള്ളൊരു സിറ്റുവേഷൻ ഒരുപാട് ബിസിനസ് മേഖലകളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ വരുന്ന റെഗുലേഷൻസ്, ഇപ്പൊ അമേരിക്ക കൊണ്ടുവന്ന ഒരുപാട് റിസ്ട്രിക്ഷൻസ് രാജ്യാന്തര വ്യാപാരത്തിനെയും പല രാജ്യങ്ങളുടെയും എക്സ്പോർട്ടിനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന്റെ പലതിന്റെയും വിലയിൽ വരുന്ന വ്യത്യാസം, അതിൽ വരുന്ന അവർക്ക് വരുന്ന കമ്പനികൾക്ക് വരുന്ന ഭീമമായ നഷ്ടം. അപ്പോൾ ഒരു ഫാക്ടർ മാത്രമല്ല ബിസിനസ്സിനെ സ്വാധീനിക്കുന്നത്, അതിനെ ചുറ്റി നിൽക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സിനെയും കുറിച്ച് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, അതിനെ എങ്ങനെയാണ് ആ മാറ്റങ്ങൾ വരുന്നതെന്നും ആ മാറ്റങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ളതുമാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഒരു എൻവയോൺമെന്റ്, മാർക്കറ്റിംഗിന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു കമ്പനിക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എങ്ങനെ സ്വാധീനിക്കും, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ടാക്സ് സിസ്റ്റത്തിൽ വരുന്ന വ്യത്യാസം എന്നും, കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഒരു യുദ്ധ കാലഘട്ടം, ഇതൊക്കെ എന്ന് പറയുന്നത് കമ്പനിയുടെ കൺട്രോളിന് അപ്പുറത്തുള്ളതാണ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതേസമയം ഇന്റേണൽ എൻവയോൺമെന്റ് ഉണ്ട്. ഇന്റേണൽ എന്ന് പറയുന്നത് എന്താണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്, പർച്ചേസിങ്, കമ്പനിയുടെ അക്കൗണ്ടിംഗ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, കമ്പനിയുടെ മാനുഫാക്ചറിങ് ടെക്നോളജി, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ്, ഇതൊക്കെ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ്. ബിസിനസ്സിന് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ടു എ ലാർജ് എക്സ്റ്റെന്റ് ദേ ക്യാൻ കൺട്രോൾ. അപ്പോൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് മാർക്കറ്റിംഗിൽ വരുന്നുണ്ട്. അതിനെ നമ്മൾ മാക്രോ എന്നുള്ള രണ്ട് പേരിലാണ് പറയുന്നത്. മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു കമ്പനീസ് ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്, ദാറ്റ് ഈസ് ദോസ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഇൻ പ്രോക്സിമിറ്റി, ഏറ്റവും അടുത്ത് നിൽക്കുന്ന, കമ്പനിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫാക്ടേഴ്സിനെയാണ് മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. കമ്പനിയുടെ തന്നെ കേപ്പബിലിറ്റീസ്, കമ്പനിയുടെ ഡീലേഴ്സ്, കമ്പനിയുടെ കൺസ്യൂമേഴ്സിന്റെ നീഡ്സ്, ഇങ്ങനെയുള്ള കമ്പനിയോട് അടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ. മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ എക്സ്റ്റേണൽ ഫോഴ്സസ് ഇൻ ദ കമ്പനീസ് ആക്ടിവിറ്റീസ്.
ആൻഡ് ഡു നോട്ട് കൺസേൺ ദി ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. മാക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകൺട്രോളബിൾ തന്നെയാണ്, കമ്പനിയെ എഫക്ട് ചെയ്യുന്നതും കമ്പനിക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, ഇക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, നാച്ചുറൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഫാക്ടേഴ്സ് ഒക്കെ, ഫോഴ്സസ് ഒക്കെ ഈ മാക്രോ എൻവയോൺമെന്റിൽ വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സും കമ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലുള്ള ഡെഫിനേഷനാണ്, രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷനാണ് എൻവയോൺമെന്റിനെ സംബന്ധിച്ച് നടത്തുന്നത്. അപ്പോൾ ഒന്നുകൊണ്ട് പറയാണ്, മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ഓർഗനൈസേഷന്റെ ഇന്റേണൽ എൻവയോൺമെന്റ്, കമ്പനിയുടെ സപ്ലയേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ്, കൺസ്യൂമേഴ്സ്, അത്രയും പേരാണ് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഹ്യൂമൻ റിസോഴ്സ് എത്രത്തോളം ഉണ്ട്, കമ്പനിക്ക് എന്തൊക്കെ കേപ്പബിലിറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കൺസിഡർ ചെയ്തിട്ടാണ് കമ്പനികൾ മാർക്കറ്റിംഗ് ഡിസിഷൻ എടുക്കുന്ന ഒരു പരിധി വരെ. അതായത് അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നു, സെയിൽസ് കൂട്ടാൻ, അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ, സെയിൽസ് കൂട്ടാൻ കമ്പനികൾ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കമ്പനികൾ തീരുമാനിക്കുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അവർക്ക് നിലവിൽ എത്രത്തോളം ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം അഡീഷണൽ അവർക്ക് വേണമെങ്കിൽ ഇപ്പം കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സോഴ്സിൽ നിന്ന് കമ്പനിക്ക് ഫണ്ട് കിട്ടും, ഫിനാൻഷ്യൽ ഡിസിഷൻ, കമ്പനിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെറ്റ്, എത്ര കടം മേടിക്കാൻ പറ്റും, എത്ര ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും, അതിലൂടെ എത്ര ഫണ്ട് കൂടുതലായിട്ട് കമ്പനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, പുതിയ ടെക്നോളജി കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ, അഡീഷണൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ, പിന്നെ കമ്പനിക്ക് അതിനുള്ള ടെക്നോളജിയും ഫിനാൻസും മാത്രം പോരാ, അതിനുള്ള ലേബർ ഫോഴ്സ് എങ്ങനെയാണ്, ഇപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരുണ്ടോ, അല്ലെങ്കിൽ ആവശ്യത്തിന് ലേബർ ഫോഴ്സ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടാണ്, കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് തീർച്ചയായിട്ടും കമ്പനികൾ മാർക്കറ്റിങ്ങിനെ സംബന്ധിക്കുന്ന ഏതൊരു തീരുമാനമൊക്കെ എടുക്കുന്നത്. സാധനങ്ങൾ വിൽക്കാൻ മാത്രം, പ്രൊഡക്റ്റ് വിൽക്കാൻ മാത്രം തീരുമാനിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, കമ്പനികൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, അത് കൺസ്യൂമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള പ്രോപ്പർ ചാനൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കമ്പനികൾ ഡിസൈഡ് ചെയ്യുന്നു. അതൊക്കെ ഇന്റേണൽ ആയിട്ടുള്ള കമ്പനിയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നതെല്ലാം. പിന്നെ കമ്പനിയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും എത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് എത്രത്തോളം സ്ട്രോങ് ആണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും നല്ല ടേംസിൽ എങ്ങനെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം സ്ട്രോങ് ആണ്, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അതേപോലെ തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള സപ്ലയേഴ്സ് ഉണ്ടോ, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണ്, കൃത്യമായിട്ട് റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം ചില സിറ്റുവേഷനിൽ റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ചിലപ്പം കമ്പനികൾ അടച്ചിടുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആലുവയിലൊക്കെ ഉള്ള പല കമ്പനികളും റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാണ്ട് ഒരു ഷോർട്ട് പീരീഡിലേക്കൊക്കെ അടച്ചിടേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽസ് എത്രത്തോളം അവൈലബിൾ ആണ് നമുക്ക് കൃത്യമായിട്ട്, അപ്പം അത് മാത്രമല്ല റോ മെറ്റീരിയൽസ് റീസണബിൾ കോസ്റ്റിന്, ഇപ്പോൾ ഒത്തിരി പൈസ മുടക്കി കൊണ്ടുവരുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റിന്റെ എക്സ്പെൻസ് കൂടും, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും, അത് ആ പ്രൊഡക്റ്റിന്റെ പൈസ കൂട്ടി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരാനും, അപ്പോൾ അതുകൊണ്ട് കച്ചവടം നടത്തുമ്പോഴത്തേക്കും ആൾക്കാർ അതിനെ റിജക്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ റീസണബിൾ കോസ്റ്റിന് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാനുള്ള, റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാനുള്ള ആളുണ്ടോ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അവരെത്രത്തോളം എത്ര പേരുണ്ട്, അതായത് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പം അവിടെ ഒരു മോണോപ്പൊളി ഉണ്ട്, റോ മെറ്റീരിയൽ സപ്ലൈയിൽ ഒരു മോണോപ്പൊളി ഉണ്ടെങ്കിൽ അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ കമ്പനികൾ സാധനങ്ങൾ മേടിക്കേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ ഒത്തിരി പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടേംസിന് അവർ ഗുഡ്സ് സപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഷോർട്ടേജ് വരുന്ന പീരീഡിൽ, റോ മെറ്റീരിയൽസ് ഷോർട്ടേജ് വരുന്ന പീരീഡിൽ ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് നമുക്കുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ നെഗോസിയേഷൻ എങ്ങനെയാണ്, അതായത് സപ്ലയറുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാത്രമാണ് നെഗോസിയേഷൻ നടക്കുന്നത്,
അതെല്ലാം കമ്പനിക്ക് ഫെയറബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പം അഡ്വാൻസ് പേയ്മെന്റിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, ഗുഡ്സ് കറക്റ്റ് നല്ല ക്വാളിറ്റി ആണോ, വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, റോ മെറ്റീരിയൽസ് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ക്യാഷ് ബേസ് ആണോ, ക്രെഡിറ്റ് ബേസ് ആണോ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സപ്ലയർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. അപ്പോൾ അവരെ സംബന്ധിക്കുന്ന ആ ഒരു പൊസിഷൻ കമ്പനി കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. മാർക്കറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ്, ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് സപ്ലയേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അനലൈസ് ചെയ്തിരിക്കണം. പിന്നീട് വരുന്നത് ഇന്റർമീഡിയറീസ് ആണ്, ഇടനിലക്കാരെന്ന്. അവർ ആരൊക്കെയാണ്, അവരുടെ നെറ്റ്വർക്ക്, ഇപ്പൊ നമ്മൾ ഏത് നെറ്റ്വർക്കിലൂടെയാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുന്നത്, അവരുമായിട്ട് കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അവരുടെ സർവീസ് എങ്ങനെയാണ്, ആക്സസബിലിറ്റി എങ്ങനെയാണ്, കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെലിവറി സിസ്റ്റം ആണോ ഇന്റർമീഡിയറീസ് ഇടനിലക്കാർ തരുന്നത്, കമ്പനിയുടെ പ്രൊഡക്റ്റ് കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടോ, അതായത് കൃത്യമായിട്ട് കമ്പനിയുടെ പ്രൊഡക്റ്റ് കുറേ നാള് കെട്ടിക്കിടന്ന് കമ്പനിക്ക് നഷ്ടം വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഡെലിവറി നടക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്റർമീഡിയറീസിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം. അത് കൺസിഡർ ചെയ്യണം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ്, കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, നമ്മുടെ മാർക്കറ്റിംഗ് ഡിസിഷനെ അതെങ്ങനെ സ്വാധീനിക്കും. അപ്പം കമ്പനികൾ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊരു ഏരിയ ആണെങ്കിലും, ഇപ്പോൾ ജ്വല്ലറീസ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, ഹോട്ടൽസ്, ടൂറിസം മേഖല ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, പല പല സ്ട്രാറ്റജീസ് അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോരുത്തരും മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് എന്താണോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡും കൂടെ നോക്കിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഒരു മാർക്കറ്റിംഗിൽ ഓരോ കമ്പനികളും ഉപയോഗിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കോമ്പറ്റീറ്റേഴ്സിനെ ട്രാക്ക് ചെയ്യുക, അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുക, അതിനനുസരിച്ച് ഓരോ കമ്പനികളും കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നു. പിന്നെ വരുന്നത് കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം, റീസെയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ളവരായിരിക്കും ഉണ്ടാവും, മേടിക്കുന്നുണ്ടായിരിക്കും, ഇൻഡസ്ട്രികൾ, ഇൻഡസ്ട്രീസ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. ഒരു ഇൻഡസ്ട്രിയുടെ പ്രൊഡക്റ്റ് വേറൊരു, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാറിന്റെ ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി, അത് പർച്ചേസ് ചെയ്യുന്ന കാർ മാനുഫാക്ചറേഴ്സ് ഉണ്ട്. പിന്നെ ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ യുണീക്ക് ആയിട്ടുള്ള ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ പ്രസന്റ് നീഡ്സ് ആൻഡ് വാണ്ട്സ്, അവരുടെ പർച്ചേസിങ് പവർ, എത്ര പേരത് മേടിക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അതും മാർക്കറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരൊക്കെ വരുന്നത് മൈക്രോയിലാണ്, മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നവരാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതും കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഇന്റർമീഡിയറീസ്, സപ്ലയേഴ്സ്. മൈക്രോ എൻവയോൺമെന്റ്, കമ്പനിയുടെ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നവരാണ് സപ്ലയേഴ്സ്. മൈക്രോ എൻവയോൺമെന്റ് ഇൻക്ലൂഡ് സപ്ലയേഴ്സ്, ഇന്റർമീഡിയറീസ്, കോമ്പറ്റീറ്റേഴ്സ്, കസ്റ്റമേഴ്സ്. ഈ 4 ഗ്രൂപ്പും, കാരണം കമ്പനിക്ക് പൂർണ്ണമായിട്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ എളുപ്പത്തിലുള്ള സ്ട്രാറ്റജീസിലൂടെ, കൃത്യമായ തീരുമാനങ്ങളിലൂടെ ഈ പറഞ്ഞ 4 പേരെയും കമ്പനിക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് മാക്രോയാണ്. മാക്രോ എന്ന് പറയുന്നത് കമ്പനിയുടെ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ കമ്പനിയാണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്, ഒന്ന് ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്. ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് റിസോഴ്സിനെയാണ്, നാച്ചുറൽ റിസോഴ്സ്, ഫോറസ്റ്റ്, ഫുഡ് പ്രൊഡക്ട്സ്, കമ്പനിക്കുള്ള, പിന്നെ ഓയിൽ, കോൾ, അങ്ങനത്തെ മിനറൽസ്, ക്ലൈമാറ്റിക് കണ്ടീഷൻ, ലാൻഡ്സ്കേപ്പ്, ഓരോ രാജ്യത്തിൻ്റെയും വാട്ടർ റിസോഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഫിസിക്കൽ എൻവയോൺമെന്റ് ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ രാജ്യത്തും ഇന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ അത് പറ്റുള്ളൂ, അല്ലാതെ എല്ലാ പ്രൊഡക്റ്റും എല്ലായിടത്തും അവൈലബിൾ ആണെങ്കിൽ ഒരിക്കലും രാജ്യാന്തര വ്യാപാരം ഉണ്ടാകത്തില്ല. നമുക്കറിയാം, കുങ്കുമപ്പൂ ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ജമ്മു കാശ്മീരിലാണ്, മറ്റുള്ള സ്ഥലങ്ങളിൽ സാഫ്രോൺ ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് സ്പൈസസ് കേരളത്തിൽ ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥ, മലയോര മേഖലകളിലെ കാലാവസ്ഥ ഈ പറയുന്ന സ്പൈസസിന് ഏറ്റവും അനുയോജ്യമാണ്. അതേസമയം നമ്മൾ ഓയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യണത് ഓയിൽ, നമുക്ക് ആവശ്യത്തിന് ഇവിടെ ഇല്ല. അപ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോഴേക്ക് ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതി, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വളരെയധികം ഫിസിക്കൽ എൻവയോൺമെന്റ് ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ താരിഫ് കൊണ്ടുവന്ന് ക്വാട്ട സിസ്റ്റം, അല്ലെങ്കിൽ ഒരുപാട് ഇറക്കുമതി ചുങ്കമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റിന് അവിടെ വില കൂടുന്ന ഒരവസ്ഥ.
അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർ ഡിമാൻഡ് ചെയ്യാത്തൊരവസ്ഥ ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും കിട്ടാത്തൊരവസ്ഥയോ അതിഭയങ്കരമായിട്ടുള്ള പ്രൈസിന് കൊണ്ടുവരേണ്ട അവസ്ഥയോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രൊഡക്റ്റും എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കൊടുക്കൽ വാങ്ങലുകൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത്. പിന്നെ റിസോഴ്സ്, നമുക്ക് ബാക്കി വരുന്ന വാട്ടർ റിസോഴ്സ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബിസിനസിന്റെ കൺട്രോളിന് വെളിയിലുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആണ്. ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പം റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ബിസിനസിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഒരിക്കലും ഇത്രയധികം കമ്പ്യൂട്ടറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാത്തിലും ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ, ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ബിസിനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ബിസിനസ് മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കണം, അല്ലാത്ത ബിസിനസ്സുകൾക്ക് നിലനിൽപ്പില്ല. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. ഒരു രാജ്യത്തുള്ള ഒത്തിരി നിയമങ്ങൾ, ഈ പറയുന്ന ഓരോ ലീഗലായിട്ടുള്ള നിയമങ്ങൾ, നമ്മൾ ഒത്തിരി ആക്ടുകൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ ചേഞ്ചസ്, പുതിയ പുതിയ പോളിസികൾ, നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടായിരിക്കാം, പോസിറ്റീവായിട്ടായിരിക്കാം, ബിസിനസിനെ സ്വാധീനിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ റെഗുലേഷൻസ്, ഗവൺമെന്റ് കൊണ്ടുവരുന്ന ലോ, ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, സെയിൽസ് ടാക്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന താരിഫ് സിസ്റ്റം, ഇന്ന രാജ്യത്ത് നിന്ന് ഇന്ന രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന കൂട്ടായ്മയിലുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് ഇക്കണോമിക് എൻവയോൺമെന്റ് ആണ്. ഇക്കണോമിക് എൻവയോൺമെന്റ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ കൃത്യമായിട്ടും ഇക്കണോമിക് എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. അതായത് ഇപ്പം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, റിയൽ ഇൻകം, രാജ്യത്തെ ജനങ്ങളുടെ വരുമാനം എങ്ങനെയാണ്, അതിൽ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ എങ്ങനെയാണ്, ഇനി രാജ്യത്ത് മുഴുവൻ ഒരേ രീതിയിൽ ഇൻകം ഉള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ വലിയ ഒരേ രീതിയിൽ ഭയങ്കര ചേഞ്ചസ് ഉള്ള രീതിയിലുള്ള വരുമാന വിതരണമാണോ, അല്ലെങ്കിൽ ഒരേപോലെ വലിയ കുഴപ്പമില്ലാണ്ട് മിഡിൽ ഇൻകം ഗ്രൂപ്പാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സേവിങ് പാറ്റേൺ എങ്ങനെയാണ്, ജനങ്ങളുടെ സേവിങ്, ഒത്തിരി വരുമാനം ഉള്ളവരാണെങ്കിലും അവർ പർച്ചേസ് ചെയ്യാൻ വില്ലിങ് അല്ല, കൂടുതൽ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിന് കാര്യമായിട്ടുള്ളൊരു സക്സസ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അവരുടെ കൺസംഷൻ പാറ്റേൺ എങ്ങനെയാണ്, സേവിങ് ഹാബിറ്റ് എങ്ങനെയാണ്, പിന്നെ അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ ഏരിയാസിലാണ്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണോ, ഇൻഷുറൻസ് പോളിസീസ് പർച്ചേസ് ചെയ്യുന്നവരാണോ, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണോ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു പാറ്റേൺ ഒക്കെ, അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ലീഗൽ റിസ്ട്രിക്ഷൻസ് എന്തൊക്കെയുണ്ട്, കോസ്റ്റ് ഓഫ് ലിവിങ്, ഇൻട്രസ്റ്റ് റേറ്റ്, RBI കൊണ്ടുവന്ന ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ്, റീപേയ്മെന്റ് ടേംസ് എങ്ങനെ, ഡിസ്പോസിബിൾ ഇൻകം, ജനങ്ങളുടെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ബാക്കി എത്ര ഇൻകം വരുന്നുണ്ട്, അവരുടെ പർച്ചേസിങ് പവർ എങ്ങനെയാണ്. Not audible.
നിങ്ങൾക്ക് കേൾക്കാമോ? കറണ്ട് പോയതാണ് കേട്ടോ, പവർ ഫെയിലിയർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക്. ഇപ്പൊ കേൾക്കാമോ? ഇടയ്ക്ക് വെച്ച് പോയതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ റീജോയിൻ ചെയ്തതാണ്. ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മളിപ്പം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ലീഗൽ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പിന്നെ അതേപോലെ തന്നെ ഇക്കണോമിക് എൻവയോൺമെന്റിന്റെ ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞു. പിന്നെ ഡീമോഗ്രാഫിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ രാജ്യത്തുള്ള പോപ്പുലേഷൻ, അവരുടെ ഏജ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഇന്ന റിലീജിയനിൽ വരുന്നവർ ഇന്ന പ്രൊഡക്റ്റുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. പിന്നെ ആ സൊസൈറ്റിയുടെ ട്രെൻഡ് എങ്ങനെയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോകുന്നവരാണോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ല എന്താ പറയുന്ന ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് സെമി ഫുഡ് പ്രൊഡക്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഡിമാൻഡ് കൂടുന്നു. പിന്നെ കുട്ടികൾ കൂടുതലുള്ള ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കമ്പനികൾക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇപ്പം മിഡിൽ ഏജിൽ വരുന്നവരാണെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്, അതിന് കൂടുതൽ ഉണ്ടാകും. പിന്നെ ഏജ് ഉള്ളവർ കുറേ കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അങ്ങനെ കമ്പനികൾ അതിന് ഫോക്കസ്. പിന്നെ വരുന്നത് ഇങ്ങനെ വരുന്ന ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം മാർക്കറ്റിംഗിന്റെ ഡിസിഷൻ എടുക്കാൻ. ദ നെക്സ്റ്റ് വൺ ഈസ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. ഒരു സൊസൈറ്റിയുടെ സോഷ്യൽ വാല്യൂസ്, നോംസ്, ബിലീഫ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോ കൾച്ചറൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട്, ഇപ്പൊ ചില കൾച്ചറിൽ ചില റിലീജിയനിൽ വരുമ്പോൾ ഇന്ന ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഹിന്ദുസ് ഇപ്പൊ എന്താ അവരുടെ വേർഷിപ്പിനനുസരിച്ച്, അല്ലെങ്കിൽ മുസ്ലിംസ് അവരുടെ വേർഷിപ്പിനനുസരിച്ചിട്ട് ഇന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കമ്പനികൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഡിമാൻഡ് അനുസരിച്ച് ആ സൊസൈറ്റിയിൽ ഇപ്പോൾ എന്തൊക്കെയാണ്, ഇപ്പൊ നമുക്കറിയാം പർദ സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മുസ്ലിംസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സൊസൈറ്റിയിൽ ആദ്യം മുസ്ലിംസിന്റെ പ്രൊഡക്റ്റുകൾ അവർ മാത്രം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ ഓരോ സമുദായവും അവർ കൂടുതലുള്ള ഏരിയയിൽ അവരുടെ ആ പ്രൊഡക്റ്റുകളിന് കൂടുതൽ ഉപയോഗം ഉണ്ടാകും. പക്ഷെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ സഫീഷ്യന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്, ഏത് പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്ന കമ്പനി അതിനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് മേടിക്കാൻ അവിടെ ആളുണ്ടോ, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, അത് ഇൻഷുർ ചെയ്യുക. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് വരുന്നത് മാക്രോയിലാണ്. അതായത് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് വരുന്നത്, ഇക്കണോമിക് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ, ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് റിസോഴ്സ് ആണ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ഫോറസ്റ്റ്, ഫുഡ് പ്രൊഡക്ട്സ് ഫ്രം അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഓയില്, കോള്, മിനറൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, പൊളിറ്റിക്കൽ, ഇതൊക്കെ വരുന്നത് ഒരു കമ്പനിയുടെ മാക്രോ എൻവയോൺമെന്റിലാണ്. അപ്പം മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് നമ്മൾ ബിസിനസ് എൻവയോൺമെന്റ് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് മാനേജർ കൺസിഡർ ചെയ്യേണ്ട രണ്ട് ഫാക്ടേഴ്സ് ആണ് മൈക്രോ ആൻഡ് മാക്രോ. മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഡിസൈഡ് ചെയ്യുമ്പം, കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴത്തേക്കിനും ഈ രണ്ട് എൻവയോൺമെന്റും കൂടെ കൺസിഡർ ചെയ്യണം. മൈക്രോ എൻവയോൺമെന്റും മാക്രോ എൻവയോൺമെന്റും കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു മാർക്കറ്റിംഗ് മാനേജറെ ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു കമ്പനി മാർക്കറ്റിങ്ങിനെ സംബന്ധിക്കുന്ന ഡിസിഷൻസ് എടുക്കാൻ.
Not audible.
ഹലോ, ഗുഡ് ഈവനിങ്. മിസ്സിന്റെ അപ്പോൾ കഴിഞ്ഞിട്ടും റെഡി ആയില്ലെങ്കിൽ എക്സിറ്റ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ. ഷെറിമാം എന്താ പറഞ്ഞത്? ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ഹലോ. കേൾക്കാം. സാറേ, അവിടെ കൊച്ചുറാണി മിസ്സിന്റെ അവിടെ കറണ്ട് പോയിരിക്കുവാണ്. ഒരു 10 ആ മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ എക്സിറ്റ് ആയിക്കോളാൻ പറഞ്ഞേ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ.
ഹലോ, നമുക്ക് മിസ്സിന്റെ ഒന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അപ്പൊ നമുക്ക് ക്വിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അറിയിക്കാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു.